SDPIക്കും ജമാഅത്ത് ഇസ്ലാമിക്കും ഇത്ര ശക്തി ഉണ്ടെന്ന് അംഗീകരിച്ചവര്. ആയിരക്കണക്കിന് ആളുകളാണല്ലോ നിലമ്പൂരിലെ പരിപാടിയിൽ പങ്കെടുത്ത്. അത് SDPI ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് പറഞ്ഞാൽ അത്രയും വലിയ ശക്തിയാണോ ജമാഅത്ത് ഇസ്ലാമിയും ഈ പറയുന്ന SDPI ജില്ലയിൽ? അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അവര് കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ടോ ഉറക്കം നടിക്കുന്നത് കൊണ്ടോ ഈ വിഷയത്തിൽ നിന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രിക്കോ ഈ പറയുന്ന DGPക്കോ ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കേരളത്തിലെ ജനം അത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അവിടെ പങ്കെടുത്തവരൊക്കെ ജനാധിപത്യ മതേതര വിശ്വാസികളാണ്. അവിടെ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകളെ വർഗീയവാദികളും ഫാസിസ്റ്റുകളുമൊക്കെ ആക്കുന്ന ഈ നിലപാട്, അത് ആ നിലപാടാണ് CPM നേതൃത്വം ഈ വിഷയത്തെ കാണുന്നതെങ്കിൽ അത് വലിയ പ്രതിസന്ധി, വലിയ നഷ്ടം CPMന് ഉണ്ടാകും എന്നാണ് എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. അല്ല, അദ്ദേഹത്തെ ഇറക്കി പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സഖാവ് പാലോളിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുള്ളൂ, കേരള ജനതയ്ക്കറിയാം. സംശുദ്ധ ജീവിതത്തിന്റെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, അത് രാഷ്ട്രീയമായാലും പൊതുജീവിതമായാലും പാർട്ടിയിൽ നിന്ന് പ്രായാധിക്യത്താൽ മാറി നിന്ന് വിശ്രമജീവിതം നയിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും പരമപരിശുദ്ധനായ ഒരു സംശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് സഖാവ് പാലോളിക്കുള്ളത്. അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അത് എൻ്റെ അടുത്തൊരു പാളിച്ച ഉണ്ടായിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ അദ്ദേഹത്തെ കണ്ട് ഈ കാര്യങ്ങളൊന്ന് വിവരിക്കേണ്ടതുണ്ടായിരുന്നു. ഈ തിരക്കിനിടയിൽ ഈ ഇപ്പോഴത്തെ പെട്ടെന്നുണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. അതിൽ അദ്ദേഹത്തെ പോയി കാണാനോ ഈ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയാനോ എനിക്ക് സാധിച്ചിട്ടില്ല. അത് ഞാൻ അദ്ദേഹത്തെ പോയി കാണും. ഞാൻ അദ്ദേഹത്തോട് എനിക്കുണ്ടായ അനുഭവങ്ങളും ഈ വിഷയത്തിന്റെ സത്യസന്ധതയും ഇടപെട്ട കാര്യത്തിന്റെ ലക്ഷ്യങ്ങളും അദ്ദേഹത്തെ ഞാൻ ബോധ്യപ്പെടുത്തും. അന്ന് അദ്ദേഹത്തിന് ഈ തെറ്റിദ്ധാരണ മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറ്റുമായിരുന്നു. അദ്ദേഹം ഇപ്പം നടത്തിയിട്ടുള്ള ഈ പത്ര സമ്മേളനം ഞാനത് കേട്ടില്ല. നിങ്ങളാ പറയുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം ബോധ്യപ്പെട്ടാൽ അദ്ദേഹം നിലപാടെടുക്കുമെന്ന് നമുക്കൊക്കെ അറിയാം. ആ സത്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല എന്നത് അത് എൻ്റെ ഭാഗത്ത് വന്ന വീഴ്ചയാണ്. അപ്പോൾ സ്വാഭാവികമായും അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തും. ഞാൻ ഇല്ല, സഖാവ് പാലോളി സഖാവ് പിണറായിയോട് ഈ വിഷയം സംസാരിക്കും, അല്ലെങ്കിൽ സംസാരിച്ചിട്ടൊരു മാറ്റം വരും എന്ന പ്രതീക്ഷയൊന്നും എന്നെ സംബന്ധിച്ചിട്ടില്ല. കാരണം ആര് പറഞ്ഞാലും മാറാൻ കഴിയുന്ന ഒരവസ്ഥാവിശേഷത്തിലല്ല അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ സാഹചര്യം അതാണ്. അതുകൊണ്ട് പാലോളി സഖാവ് പറഞ്ഞാലും അദ്ദേഹത്തിന് മാറാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, ജില്ലയിലല്ലോ, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തല്ലോ. സംസ്ഥാനത്തൊട്ടാകെ ക്യാമ്പയിൻ തുടങ്ങിയല്ലോ. PV അൻവർ വർഗീയവാദി, PV അൻവർ കള്ളക്കടത്തുകാരൻ, PV അൻവർ കൊലയാളി. ഇനി എന്താ പറയാൻ ബാക്കിയുള്ളത്? അത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ തടയിടാൻ യാഥാർത്ഥ്യങ്ങൾ, സത്യാവസ്ഥ അത് പഠിച്ച് മനസ്സിലാക്കി അതിനോട് രാഷ്ട്രീയമായിട്ട് പ്രതികരിക്കുന്നതിന് പകരം മുസ്ലിം പ്രീണനം കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതെന്നും അൻവർ ഇപ്പോൾ ഇന്ന് അവരുടെ കൈകളിലേക്ക് പോവുകയാണെന്നും അതുകൊണ്ട് നമ്മൾ ഒരു RSS BJP പക്ഷത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അവരുടെ സപ്പോർട്ട് സ്വീകരിക്കണമെന്ന മെസ്സേജും ഈ രാജ്യത്ത് കൊടുത്തുകൊണ്ടേയിരിക്കല്ലേ CPM. അതിനല്ലേ ഇപ്പോൾ ഞാൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എന്താ പറയുക മതവാദിയും മതരാഷ്ട്രവാദിയും തീവ്രവാദിയും ഒക്കെ ആവും. അതിലിപ്പോൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. ജില്ലാ സെക്രട്ടറി ഒരു സെക്രട്ടറി അംഗം ചവിട്ടാൻ പോയി എന്നുള്ളൊരു നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സെക്രട്ടറി അംഗത്തിന്റെ പേര് പുറത്തു പറയണം, അല്ലെങ്കിൽ ആ കാര്യം വെളിപ്പെടുത്താൻ വളരെ തയ്യാറാണോ, അതിനെ വെല്ലുവിളിക്കുന്നതെന്നാണ് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആ കക്ഷിയെ ഇപ്പം എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്താക്കാൻ വേണ്ടി നിൽക്കുക അവർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം ഞാൻ ഈ പേര് പറഞ്ഞാൽ അദ്ദേഹത്തെ എടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്തിടും. സ്വാഭാവികമല്ലേ? അതിന്റെ ഭാഗമായിട്ടില്ല ചോദ്യം. അതൊക്കെ ഒരു പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അവരത്ര ബുദ്ധിയില്ലെങ്കിലും PV അൻവറിന് ഇത്തിരിയെങ്കിലും ബുദ്ധിയുണ്ട്. അതുകൊണ്ട്
ആ സത്യാവസ്ഥ പുറത്ത് പറഞ്ഞ ഒരു സൗഹൃദത്തിന്റെ പേരിൽ പറഞ്ഞാണ്. ആ പേരിൽ ഇനി അദ്ദേഹത്തെ പുറത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പേര് പറയണോ? ഒരു ഉദ്ദേശിക്കുന്നത് അതാ. പോട്ടെ. ഈ പോരാട്ടം തുടങ്ങിയതിന് ശേഷം പാർട്ടി നേതൃത്വത്തിലുള്ളവർ അങ്ങനെയായിട്ട് സംസാരിക്കാൻ എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടോ ജില്ലയിൽ? ഇപ്പോഴോ? അല്ല, പാർട്ടി സംസാരിക്കാൻ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചു. അവരെന്നെ അക്നോളജ് ചെയ്യുന്നുണ്ടല്ലോ. ഇയൻ മോണ്ടാസ് തന്നെ പറയുന്നുണ്ടല്ലോ, പലവട്ടം ഞങ്ങൾ സംസാരിച്ചാണ്, കണ്ടതാണ്, പാതിരാത്രി വരെ ഇരുന്ന. അപ്പോഴൊക്കെ എനിക്കൊരൊറ്റ നിലപാടേ ഉള്ളൂ. എന്താ നിലപാട്? ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവൺമെന്റ് എടുക്കുന്ന നിലപാട് ശരിയല്ല. സത്യസന്ധമായ അന്വേഷണം നടക്കണം. റിദാൻ ഫാസിൽ അതിന്റെ ഭാഗമാണ്. മാമി തിരോധാനം ഇതിന്റെ ഭാഗമാണ്. ഈ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഓക്കെ, ഞാൻ നിർത്താം, ആയിക്കോട്ടെ, ഞങ്ങൾ കൃത്യമായി ചെയ്യാമെന്ന് പറയും. പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോൾ പോലീസ് വളഞ്ഞ വഴിയിലൂടെയാണ് പോകുന്നത്. കേസിന്റെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താനുള്ള വഴിയിലല്ല നടക്കുന്നത്. എന്താണ് ഇപ്പം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ശേഷം നടക്കുന്നത്? എനിക്ക് വിവരം തന്ന ആളുകളെ തേടി ഇറക്കുക, എനിക്ക് വിവരം തന്ന പോലീസ് ഉദ്യോഗസ്ഥരെ തേടി ഇറക്കുക. അൻവർ പറഞ്ഞ ഈ കാര്യത്തെക്കുറിച്ചല്ല അന്വേഷണം. ഈ ചങ്ങാതിക്ക് ഇതൊക്കെ എങ്ങനെ കിട്ടി, ആര് കൊടുത്തു, അവരെ പേരിൽ നടപടിയെടുക്കാനുള്ള പരിശ്രമം നടക്കുന്നത്. ഇതെന്ത് വെള്ളരിക്കാ പട്ടണം? 3.5 കോടി ജനങ്ങളെ ഫൂളാക്കുക. ഇനിയിപ്പോൾ നിങ്ങളൊക്കെ കാത്തിരിക്കുന്നത് മറ്റേ വാറോല കിട്ടാനാ? എന്ത്, ഈ അജിത് കുമാറിന് 4 ദിവസം ആ സീറ്റിൽ നിന്ന് മാറ്റിയിരുത്തി, എന്നിട്ട് കേരളത്തിലെ ജനങ്ങൾ സംതൃപ്തരാകുമോ? ജനങ്ങൾക്കിത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇന്നും ഇന്നലെയും മിനിയാന്നും കഴിഞ്ഞ 10 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് പുറത്തിരുത്തണം. ആ PHQക്ക് അവൻ കയറാൻ പാടില്ല. അവനെടുത്ത താക്കോല് വാങ്ങണം, ഫോണ് തിരിച്ചു വാങ്ങണം, കമ്മ്യൂണിക്കേഷൻ വാങ്ങണം, എന്നിട്ട് വേണം അന്വേഷണം നടത്താൻ. ആ സസ്പെൻഡ് ചെയ്യാൻ ഞാൻ ഈ കൊടുത്ത അദ്ദേഹത്തിന്റെ വസ്തുവകകളുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് മാത്രം മതി. 6 മാസമാണ് കൊടുക്കുന്നത്. ഈ 3.5 കോടി ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ലേ? സഭ ചേരാതിരിക്കുകയാണല്ലോ. സഭയില് UDF എന്നാണെങ്കിൽ അങ്ങനെ ഉന്നയിച്ച ആ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുമെന്നാണ് അറിയിച്ചത്. UDFിന്റെ സമീപനം മാറുന്നുണ്ട്, അങ്ങനെ കരുതുന്നുണ്ടോ? ഞാനത് ശ്രദ്ധിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഞാനിതിന്റെ ഓട്ടത്തിലായതുകൊണ്ട് ഞാൻ സത്യത്തിൽ വാർത്തകളും ബാക്കിയെല്ലാം കാണാനും സ്റ്റേറ്റ്മെന്റ് കാണാനൊന്നും കഴിഞ്ഞിട്ടില്ല. അല്ല, UDF നേതാക്കളൊക്കെ ആദ്യം ഇന്നലെ പ്രതിപക്ഷ നേതാവും അതിനുശേഷം CPM കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആദ്യം കുറഞ്ഞ രീതിയിലല്ല ഇന്നലെ അവരുടെ ഒരു ടോണൊക്കെ മാറിയിട്ടുണ്ട്. അതും കൂടി അതെന്താ സൂചിപ്പിക്കുന്നത്? എനിക്കറിയില്ല. എന്റെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. മനസ്സിലായില്ലേ? ഞാൻ ഈ വിഷയവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതുമായി ഈ വിഷയത്തോടൊപ്പം നിൽക്കുന്ന ആളുകളുമായി സഹകരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അതാണ് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. പിന്നീടുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞല്ലോ, ജനം ചേർന്നൊരു പാർട്ടി ആവുകയാണെങ്കിൽ അതിന്റെ പക്ഷമാകും. അല്ല, ജനങ്ങൾ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ അത് അപ്പം ആലോചിക്കാം. എനിക്കതിൽ ധൃതിയില്ലല്ലോ. നിലമ്പൂരിലെ മുസ്ലിം ലീഗ് ഒരു പരിപാടി തീരുമാനിച്ചിട്ട് അതിൽ നിന്ന് പിൻവാങ്ങി എന്നാണ് വാർത്ത വരുന്നത്. KM ഷാജി കൊണ്ടുവന്ന് താങ്കളുടെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലമ്പൂർ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നു. പിന്നീട് സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വം ഇടപെട്ട് ചില വ്യക്തികൾ ഇടപെട്ട് അത് മുടക്കിയെന്നാണ് ഉയരുന്ന ആരോപണം. അത് രാഷ്ട്രീയ നെക്സസിന്റെ ഭാഗമാണ് എന്നാണ് ലീഗിന്റെ തന്നെ സൈബർ ഗ്രൂപ്പുകളിലേക്ക് വിമർശനം. എന്താണ് അതിലൊരു? അതെ, എനിക്കതിനെപ്പറ്റി അറിയില്ല. എനിക്കറിയാത്ത കാര്യമായതുകൊണ്ട് അതിന് പ്രതികരിക്കാൻ പ്രയാസമുണ്ട്. അല്ല, മാറുന്ന CPM സമീപനത്തിന്റെ തുടക്കമായിട്ട് എന്ന് അതിനെ അങ്ങനെ അടിവരട്ട് പറയാൻ കഴിയില്ല. അത് മാറുന്ന പിണറായിയുടെ എന്താ പറയുക രീതിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ സഖാവ് പിണറായിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ ഒരു സ്വയം തീരുമാനത്തിന്റെയും മലപ്പുറം ജില്ല ഈ ക്രിമിനലുകളുടെ ഒരു നാടാണ് എന്ന് എത്തിക്കുക, അതിന് ഈ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ പരിപൂർണ പിന്തുണ അദ്ദേഹത്തിന് കിട്ടുക, ഇവിടെ പ്രവർത്തിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ പറയുന്ന ഒരു വണ്ടിയിൽ 3 ആൾ പോകുമ്പോൾ 3 ആളുടെ പേരിലും FIR ഇടുക, ഒരു ലോഡ് മണൽ കൊണ്ടുപോയാൽ ആ മണൽ തൊഴിലാളികളുടെ കുടുംബത്തിന്റെ അടക്കം പേരിൽ കേസിടുക, ഇങ്ങനെ പ്രതികളുടെ എണ്ണവും FIRന്റെ എണ്ണവും വർദ്ധിപ്പിക്കുന്ന ആ രീതി ഈ സുജിത് കാലഘട്ടമാണ് തുടങ്ങുന്നത്. അതിന് നടപടി CPM നേതൃത്വം, ജില്ലാ നേതൃത്വം എടുത്തില്ല എന്ന് മാത്രമല്ല, അതിനെ പ്രോത്സാഹിപ്പിച്ചു. ഇനി രാജ്യത്തിന്റെ പാർലമെന്റിൽ ഒരു ചോദ്യം വരും, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത ജില്ല ഏതാണെന്നൊരു ചോദ്യം വരും. ആ ചോദ്യം വരുമ്പം സ്വാഭാവികമായിട്ടുള്ള മലപ്പുറം ജില്ല. അപ്പോൾ മലപ്പുറം ജില്ലയുടെ പ്രത്യേകത എന്താ ഇത്രമാത്രം ക്രിമിനൽ കേസുകൾ ഉണ്ടാകാൻ കാരണം? അവിടെ 90% അല്ലെങ്കിൽ 85% മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങളൊക്കെ ക്രിമിനലുകളാണ്, അടിസ്ഥാനപരമായ ഇവരുടെ സ്വഭാവം ക്രിമിനലിസമാണ് എന്ന് പറയാം. ആ ഒരു രാഷ്ട്രീയത്തിന് അരിപ്പറ്റി നിന്ന് കൊടുക്കുക, അതിന് പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സത്യത്തിൽ മലപ്പുറം ജില്ലയിലെ CPM നേതൃത്വം
എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒക്കെ പരിണിത ഫലം. അതോടൊപ്പം ഇവരെയൊക്കെ സന്തോഷിപ്പിക്കാനും സുഖിപ്പിക്കാനും അവർക്കൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും പോലീസ് എന്ത് തമ്മാടിത്തം ചെയ്താലും അതിലൊരു അംശം പറ്റുക എന്നതിലപ്പുറം ഒരു ജനാധിപത്യ ഒരു എന്താ പറയുക നീതിയോ ഇവിടെ ജില്ലയിൽ നടന്നിട്ടില്ല എന്നതിന്റെ വസ്തുതകളാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. കേട്ടില്ല. ഈ ഹിന്ദുവിന്റെ ലേഖനത്തിലേക്ക് ചെല്ലുന്ന പരാമർശിച്ചുകൊണ്ട് ഒരു കാലത്ത് CPM-നൊപ്പം പല പ്രതിസന്ധികളിലുള്ള മുസ്ലിം ജനതായിട്ട് മുസ്ലിം മതങ്ങളൊക്കെ രംഗത്ത് വരുന്ന സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ഒരു കാലത്ത് CPM-നെ പിണറായി അനുകൂലിക്കുന്നതൊക്കെ എടുത്ത സാഹിത്യത്തിക്ക് മാറി അവർ CPM അറിഞ്ഞുകൊണ്ട് തന്നെ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നതാണ് എന്നാണ്. ഇല്ല, ഇപ്പോ CPM വലിയൊരു തെറ്റിദ്ധാരണയിലാണ്. നേതൃത്വത്തിന്റെ വലിയൊരു പരാജയം എന്ന് പറയുന്നത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നേതൃത്വം വിലയിരുത്തി വന്നിരിക്കുന്നത് അമിതമായ മുസ്ലിം പ്രീണനം കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വലിയൊരു പരാജയമുണ്ടായി എന്ന ഒരു കണ്ടെത്തലിലാണ് പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് വന്നിട്ടുള്ളത്. അത് തീർത്തും തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെ ഒരു ചർച്ച ഈ സംസ്ഥാനത്ത് നടന്നതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. ഇവിടെ യഥാർത്ഥ വിഷയം യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റിനെ ഈ രീതിയിൽ പരാജയപ്പെടുത്തിയത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ പോലീസിങ് തന്നെയാണ്. പോലീസിങ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് വണ്ടിയില്ലാത്തവരാരാ, വാഹനമില്ലാത്തവർ, ബൈക്കെങ്കിലും ഇല്ലാത്ത കേരളത്തിൽ എത്ര ശതമാനം ഉണ്ടാവും? 10% ഉണ്ടാവും. അപ്പോൾ ആ 90%ത്തെയും ബാധിച്ച വിഷയം എന്താണ്? അനാവശ്യമായി വണ്ടി തടഞ്ഞു നിർത്തുക, അനാവശ്യമായ ഈ പറയുന്ന ഫൈനുകൾ ഇടുക. എന്തിനേറെ പറയുന്നു, ഈ ക്യാമറ സിസ്റ്റം വന്നപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തു പോകുന്ന വണ്ടി അത് പാർക്കിങ്ങിൻ്റെ ഒരു പൊസിഷനിലാണെങ്കിൽ പോലും ക്യാമറ ചരിച്ച് പിടിച്ച് ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, ഫൈൻ അടപ്പിക്കുക. റിയർ മിറർ ഒരു സൈഡിലില്ല, നിർത്തിയിട്ട വണ്ടിയാണ്, അവിടെ വരിക, ഫോട്ടോ എടുക്കുക. ഈ പറയുന്ന രീതിയിൽ നിരന്തരമായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ഗവൺമെൻറ്റിനെതിരാക്കിയതിൻ്റെ മർമ്മപ്രധാനമായ കാരണം ഈ പോലീസാണ്. ഈ ADGP അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ലോ ആൻഡ് ഓർഡറാണ്. അത് പാർട്ടി പഠിക്കാൻ തയ്യാറില്ല. പാർട്ടി അതിലേക്ക് പോകുന്നുമില്ല. പാർട്ടിക്ക് അത് കേൾക്കും വേണ്ട. സഖാക്കൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചാലും അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ ഒരു വ്യക്തി ചാനലിൽ ഇരുന്നു കൊണ്ട് പറയുന്നത് കേട്ടു, ഞങ്ങൾ പ്രത്യേക നീതി സഖാക്കൾക്കൊന്നും കൊടുക്കില്ല. CPM-ൻ്റെ ഒരു നേതാവാണ് ചാനലിൽ വരുന്നത്, പേര് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ സ്വാഭാവിക നീതി എല്ലാവർക്കും കൊടുക്കുന്ന പാർട്ടിയാണ് CPM. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരന് പ്രത്യേക പരിഗണന കൊടുക്കണമെന്ന് MLA പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊടുക്കണമില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരന് പ്രത്യേക പരിഗണന കൊടുക്കണം എന്നല്ല പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ 2 അടി എക്സ്ട്രയാണ്. CPM-കാരൻ്റെ വണ്ടി പിടിക്കുമ്പോൾ മറ്റവർക്ക് 500 ആണെങ്കിൽ അവർക്ക് 1000 ആ അനീതിയെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അത് അട്ടിമറിക്കാൻ നോക്കുകയാണ്. അപ്പം യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഒരു പ്രധാന കാരണം പോലീസിംഗാണ്. 2 രാഹുൽ കുടുംബത്തിൻ്റെ, ഗാന്ധി കുടുംബത്തിൻ്റെ സാന്നിധ്യമാണ്. അല്ലാതെ മുസ്ലിം സമുദായത്തിന് എന്ത് പ്രീണന അവിടെ LDF നടത്തിയത്? ഈ പറയുന്ന 40,000 50,000 കേസ് മലപ്പുറത്ത് ബുക്ക് ചെയ്താണോ പ്രീണനം? ഇതാണോ പ്രീണനം? ആ പ്രീണനം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ എന്ന്. അപ്പോൾ തെറ്റായ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ അപഗ്രഥിക്കുകയും ആ പേര് പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും RSSും BJPയുമായി ഒരു ചങ്ങാത്തത്തിൽ എത്തണമെന്ന് CPM ലീഡർഷിപ്പിലെ സഖാവ് പിണറായി അടക്കമുള്ള ചില ആളുകൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അപ്പോൾ അവരുമായൊരു ചങ്ങാത്തത്തിൽ എത്തണമെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞതുപോലെ മുസ്ലിം വിരോധം പബ്ലിക്കായി പറയണം. അതിൻ്റെ ഭാഗമാണ് ഇന്നലെ പിണറായി ആ ഹിന്ദുവിന് നൽകിയ സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്തേ കേരളത്തിലൊരു മലയാള പത്രത്തിന് നൽകാഞ്ഞത്? കേരളത്തിലെ മലയാള പത്രങ്ങൾക്ക് നൽകിയാൽ ഈ വാർത്തയും ഡൽഹിയിലേക്ക് പോകുമല്ലോ. ഇതും ഡൽഹിയിൽ എന്താ പറയുക, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ PND ഡിപ്പാർട്ട്മെൻറ്റ് ഇത് അസസ് ചെയ്ത് കൊടുക്കുമല്ലോ, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുമല്ലോ. പക്ഷെ അതൊന്നും പാടില്ല. നേരെ ഈ പറയുന്ന കാര്യങ്ങൾ അച്ചടിച്ച് ഹിന്ദുവിൽ വന്ന് നാളെ BJP RSS നേതൃത്വത്തിന് മുമ്പിൽ ഡൽഹിയിലെത്തണം. അപ്പം എന്താ, പിണറായി സ്റ്റാൻഡൊക്കെ മാറിയിട്ടുണ്ട്. പിണറായിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് ഇതാ ഹിന്ദുവിൽ പറയുന്നതാണ് എന്ന് വരുത്തി തീർക്കണം. അതിനപ്പുറത്ത് അതിൽ ഒരു പൊളിറ്റിക്സും ഇല്ല. ഒരു പ്രധാന സംഘം ഒമാന ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. 200ഓളം പേര് പ്രതിമാസം കാരിയറായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ ഈ സംഘത്തിൽ മുമ്പ് പ്രവർത്തിച്ച ചരൽ പൈസകൾ ഉൾപ്പെടുത്തുക. അല്ല അതൊക്കെ അന്വേഷിക്കണമെങ്കിൽ ആരന്വേഷിക്കണം?
ഈ കേരളത്തിൻ്റെ ഈ 4 പോലീസുകാർ അന്വേഷിച്ചാൽ മതിയോ? ഇതല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വർണം ആര് കൊടുത്തു വിട്ടു? എന്തിനു കൊടുത്തു വിട്ടു? ഈ സ്വർണം ആർക്ക് കൊടുത്തു? ഈ സ്വർണം എങ്ങോട്ടാണ് കൊടുത്തതിന് ശേഷം പോയിട്ടുള്ളത്? ആരന്വേഷിക്കേണ്ടത്? ഇവിടുത്തെ കസ്റ്റംസ് അല്ലേ, പ്രിവെന്റീവ് ഡിവിഷൻ അല്ലേ? ഇതല്ല ആവർത്തിച്ച് പറയുന്നത്. അപ്പം ആ ഭാഗമൊക്കെ നിർത്തി അവസാനിപ്പിച്ചു. അങ്ങോട്ട് അന്വേഷണമല്ല, എയർപോർട്ടിന് പുറത്തേക്കും അന്വേഷണമല്ല. ഈ സ്വർണം ഇങ്ങനെ അങ്ങോട്ട് വാരും, എന്നിട്ട് തട്ടാൻ്റെ അടുത്തേക്ക് പോകും. വന്നത് എവിടെയാണെന്ന് അന്വേഷിക്കേണ്ട, ഇത് കൊണ്ട് കൊടുത്തത് എവിടേക്കാന്ന് അന്വേഷിക്കേണ്ട, ഒന്നുമില്ല. അതിന്റെ വിഹിതം കിട്ടി, പൂട്ടി, കോടതിയിൽ കൊണ്ടിട്ടു, കഴിഞ്ഞ്, ഫിനിഷ്. ഈ സ്വർണ്ണക്കടത്തിന് പിന്നിൽ മാഫിയ എന്ന് തന്നെയാണ്. പോലീസ് അന്വേഷിച്ചാൽ അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ പിന്നിൽ മാഫിയ. എൻ്റെ പൊന്നുമോനെ, പിന്നെ എങ്ങനെയാണ് നടക്കുക? ഒരു സാധാരണക്കാരന് അവിടെ 1500-2000 റിയാലിന് ജോലി ചെയ്യുന്നവന് ഇങ്ങനെ കിലോ കണക്കിന് സ്വർണ്ണമായിട്ട് അവിടെ നിന്ന് വരാൻ പറ്റുമോ? അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു വലിയ സംഘം അവിടെ പ്രവർത്തിക്കുന്നില്ലേ? ഇതിനൊക്കെ വലിയ വലിയ ബുദ്ധി വേണോ? സാധാരണ മനുഷ്യന്റെ ചെറിയ കോമൺ സെൻസ് പോരെ? അന്താരാഷ്ട്ര ഇടപാടും അല്ലെങ്കിൽ അന്തർ സംസ്ഥാന ഇടപാടും ഒക്കെ ആകുമ്പോൾ സംസ്ഥാന ഏജൻസിക്ക് പകരം കേന്ദ്ര ഏജൻസിയോ CBI പോലുള്ള ഏജൻസിയോ അങ്ങനെ എന്തെങ്കിലും അന്വേഷണം ആവശ്യപ്പെടുന്നു? അല്ല, അതിലേക്ക് എന്ത് പോവാണ്? എന്താണ് കേന്ദ്ര ഏജൻസികളൊന്നും വരാത്തത്? എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ വരാത്തത്? അവരും അന്വേഷിക്കട്ടെ, അവർക്കും ഇതിന്റെ ബാധ്യത ഉണ്ടല്ലോ. ഈ ഹിന്ദു ലേഖനത്തെ ചൊല്ലിയിട്ടിപ്പോൾ ഒരുപാട് മുസ്ലിം സംഘടനകളൊക്കെ രംഗത്ത് ഇതിനോടകം വന്നു കഴിഞ്ഞു. അപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് അൻവറിനോട് ഏതെങ്കിലും രീതിയിൽ ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ അൻവറാണ് ടാർഗറ്റ് എന്ന കാര്യം മലപ്പുറത്ത് മുഴുവൻ കുറ്റം പറയരുത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുണ്ടോ? അൻവറായിരുന്നോ ടാർഗറ്റ്? അത് പറഞ്ഞ് മലപ്പുറത്തിനെതിരായി പോയതാണ് എന്ന് കരുതുന്നു. അതൊന്നുമില്ല, അതൊക്കെ വളരെ വ്യക്തമല്ലേ. ഇപ്പം ടാർഗറ്റ് അൻവറാണ്, അതിൻ്റെ കൂടെ മലപ്പുറത്താണല്ലോ അൻവറും. അപ്പോൾ മലപ്പുറത്തിൻ്റെ പുത്രനാണ് അൻവർ, അതാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞു വരുന്നത്. ഞാൻ മലപ്പുറത്തിൻ്റെ പുത്രനല്ല, ഞാൻ ഈ ഭാരതത്തിൻ്റെ പുത്രനാണ്. രാജ്യത്തിൻ്റെ ദേശീയതയിൽ അലിഞ്ഞു ചേർന്ന കുടുംബചരിത്രമുള്ള, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് പങ്കുവഹിച്ച, ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ മലപ്പുറത്തിൻ്റെ പുത്രനല്ല, ഞാൻ ഈ ഭാരതത്തിൻ്റെ പുത്രനാണ്. ഞാനൊരു ഭാരതീയനാണ്, അതിലൊരു തർക്കമില്ല. അതൊന്നും ഇവർ തേച്ച് മാറ്റി കളഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുകയാണല്ലോ. ഈ കേസ് നമ്മൾ കൊടുക്കുന്ന പെറ്റീഷൻ പഠിച്ചിട്ട് ഹൈക്കോടതിക്ക് അത് തീരുമാനമെടുക്കാം. അത് ഹൈക്കോടതിയുടെ ഓപ്ഷനാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എന്ത് തീരുമാനം എടുക്കുന്നോ സ്വാഭാവികമായിട്ടും അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. ഇപ്പം അതിലൊരു തടസ്സം വരാൻ പോകുന്നത്, നമ്മളിപ്പോൾ ലീഗൽ ഒപ്പീനിയൻ സീനിയർ ലോയേഴ്സുമായി ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ പേരിന് നടക്കുന്നുണ്ടല്ലോ SIT. ആ ഇൻവെസ്റ്റിഗേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് കോടതി ഒരു പക്ഷേ പറയും ആ ഇൻവെസ്റ്റിഗേഷൻ കഴിയട്ടെ, അങ്ങനെ ഒരു നെഗറ്റീവ് അതിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്. അപ്പോൾ അതിനെന്ത് പരിഹാരം എന്ന് നിയമവിദഗ്ധർ ആലോചിക്കുന്നുണ്ട്. അവരുടെ ആ നിയമവിദഗ്ധ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തീരുമാനിക്കുക. അതാണ് ഇപ്പോൾ സ്ട്രക്കായി നിൽക്കുന്നത്. അല്ല സ്വരാജ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിവരക്കേടാണ്. കാരണം അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്, സ്വരാജിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന്, ഒന്നാമത് പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയതാണ്. ഞാൻ പാർട്ടി വിട്ടു പോയതല്ല, എന്നെ ബലം പ്രയോഗിച്ച് തള്ളി മാറ്റി പുറത്തേക്ക് ഇട്ടതാ. അപ്പോൾ ആദ്യം സ്വരാജ് ആ പറഞ്ഞത് തിരുത്തണം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ സ്വരാജ് പറയുന്നത് ഞാൻ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയപ്പോൾ പത്രക്കാരത് ചൂണ്ടിക്കാണിച്ചു, ഇന്ന് നിങ്ങൾ അതൊക്കെ മറച്ചു വെക്കുന്നു. അപ്പോൾ ഞാൻ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ടേ? ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടത്താൻ ഈ പാർട്ടിയിൽ കഴിയില്ല എന്ന് പാർട്ടി ലീഡർഷിപ്പ് പറയണ്ടേ? അതുണ്ടായിട്ടില്ലല്ലോ. ഞാനൊരു നിയമവിരുദ്ധ പ്രവർത്തനം ഇവിടെ നടത്തിയിട്ടില്ല. നിയമത്തിന് വിധേയമായ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത്. ആ നിയമത്തിന് വിധേയമായ കാര്യങ്ങൾ ചെയ്തതിൽ ഈ പറയുന്നത് പോലെ ഭരണകക്ഷിയിലെയും പ്രതിപക്ഷ കക്ഷിയിലെയും ചില നേതാക്കന്മാരുടെ ഗൂഢാലോചനയുടെ ഭാഗമായി പത്രക്കാരായ നിങ്ങളും കൂടി അങ്ങനെ എനിക്കെതിരെയുള്ള റിപ്പോർട്ടുകൾ, ഒരു സത്യം എഴുതാൻ ഒരു വില്ലേജ് ഓഫീസർക്ക്, ഒരു തഹസിൽദാർക്ക്, ഒരു ജില്ലാ കലക്ടർക്ക് കൈവറക്കുകയാണ്. സത്യം എഴുതിയാൽ എന്താ? അൻവർ സ്വാധീനിച്ചു, അൻവറിന് പണം കൊടുത്തു, അല്ലെങ്കിൽ ഗവൺമെന്റ് സ്വാധീനിച്ചു. ഒരാളും നീതി എഴുതിയിട്ടില്ലല്ലോ, ഒരു സത്യം എഴുതിയിട്ടില്ലല്ലോ. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ പോലെ ഇപ്പോൾ ആദിവാസികളുടെ കുടിവെള്ളം ഞാൻ മുട്ടിച്ചു എന്ന് കക്കാടംപൊയിൽ അതായിരുന്നു വലിയ വാർത്ത. ആ 28 കുടുംബം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ 28 കുടുംബം അന്ന് കലക്ടറെ പോയി കണ്ട് പറഞ്ഞതാ, ഇത് പൊളിക്കരുത്, ഈ കുറച്ച് വെള്ളം അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങളെ കോളനിയിൽ കുടിവെള്ളം കിണറിൽ കിട്ടുന്നത്. ഒരു ദിവസം അവർ തരണമായിരുന്ന. ഇപ്പോൾ നിങ്ങൾക്ക് പോയി ചോദിക്കാം,
എന്താ റിപ്പോർട്ട് കളക്ടറുടെ കുടിവെള്ളം മുടക്കി? 3 ആൾക്ക് ഉയരത്തിലുള്ള ഒരു തടയണയാണ് ഡാമാക്കിയത്. ചാലിയാർ പുഴ കെട്ടി തിരിച്ചു തന്നിട്ടാണ്. ചിറാപുഞ്ചിയിലൊക്കെ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഷൂട്ടുകളായിരുന്നു നിങ്ങളിൽ പലരും കക്കാടംപൊയിലെ അൻവറിൻ്റെ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം എന്ന് പറഞ്ഞ് കാണിച്ചിരുന്നത്. ഇതൊക്കെ കഴിഞ്ഞു പോയതല്ലേ, ഇതൊക്കെ ഇവർക്ക് അറിയുന്നതല്ലേ. പിന്നെ അങ്ങനെ സ്വരാജ് പറയുന്നുണ്ടെങ്കിൽ പറയട്ടെ, എനിക്കതിൽ വേറെ സ്വരാജ് എൻ്റെ ഒരു സുഹൃത്താണ്, അതുകൊണ്ട് ഞാൻ അതിന് ഒരു അതിര് വിട്ട മറുപടിയിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ എല്ലാവരും അതിര് വിട്ട് പോവുകയാണെങ്കിൽ PV അൻവർ അതിരിൻ്റെ അപ്പുറം പോവും. അതൊക്കെ അവർക്ക് താങ്ങാൻ കഴിയുമെന്ന് അവർ ആലോചിച്ചോട്ടെ. നമ്മളൊരു മാന്യമായ പോക്കാണ് ഇപ്പോൾ പോകുന്നത്. ആ മാന്യതയുടെ സീമകൾ ലംഘിക്കാൻ പടയാളികളെ കളത്തിലിറക്കുകയാണെങ്കിൽ പടത്തലവൻ്റെ നേരെ തന്നെ വരും. ഞാൻ പടയാളിക്ക് നേരെയല്ല വരിക, പടത്തലവന്മാരുടെ നേരെ വരും. അത് താങ്ങാൻ ശേഷിയില്ല ഒരു പടത്തലവനും. അപ്പുറത്ത് മഹാത്മാഗാന്ധിയുടെ മകനായി ഇരിക്കുന്നുണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ആ സംവിധാനത്തെ മുഴുവൻ വഷളാക്കിക്കരുത്. എനിക്കങ്ങനെ ഒരു ആഗ്രഹമല്ല. ഇടതുപക്ഷ പ്രസ്ഥാനം ഇവിടെ ഉണ്ടാവണം തന്നെയാണ് ആഗ്രഹം. പക്ഷെ അത് സത്യസന്ധമായിരിക്കണം. അവരുടെ നിലപാടുകൾ വർഗീയതയ്ക്കെതിരെ അതിശക്തമായിരിക്കണം. അങ്ങനെ ഒരു ഇടതുപക്ഷം ഇവിടെ വേണമെന്നുണ്ട്. രാത്രി പോയി ഇവരോട് സ്വകാര്യം പറയുന്ന ആ നെക്സസ് ഇടപാട്, അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പടയാളികളെ പടക്കളത്തിലേക്ക് ഇറക്കുന്ന ക്യാപ്റ്റന്മാരൊന്ന് ആലോചിച്ചാൽ നന്നാകും എന്ന് വളരെ വിനീതപൂർവ്വമുള്ള ഒരു അപേക്ഷയെ ആ കാര്യത്തിൽ പറയാനുള്ളൂ. താങ്കളെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം CPM-ന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആകെ ഇപ്പോൾ മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയതായിട്ട് തോന്നുന്നുണ്ട്. അല്ല, എന്നെ കൊണ്ട് അതല്ല. ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം പറഞ്ഞല്ലേ, മുസ്ലിം പ്രീണനമാണ് LDF-ന്റെ ഈ വമ്പം പരാജയത്തിന് കാരണമെന്ന വിലയിരുത്തൽ വളരെ വിഡ്ഢിത്തപരമായ ഒരു തീരുമാനമാണ്. ഈ അസസ്മെന്റ് നോക്കാതെ, ഞാനീ പറയുന്ന അല്ലല്ലോ കുഴപ്പമില്ല, റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം കൃത്യമായി നോക്കാതെ ഈ വിഷയത്തിൽ ആ രീതിയിലാണ് ഇടപെടുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും എന്താ പറയുക, കണ്ണടച്ച് ഇരുട്ടാക്കുന്നു എന്നേ എനിക്കതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. അവരാവശ്യം എന്താണ്? ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള CPM-ലെ ചില ലീഡർഷിപ്പിൻ്റെ ആവശ്യം എന്താണ്? എങ്ങനെയെങ്കിലും BJP-യും RSS-ഉമായി ഒരു തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കണം. ആ ധാരണ ഉണ്ടാക്കാൻ ഒരു കാരണം കണ്ടെത്തുകയാണ്. എന്ത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം പ്രീണനമാണ് ഇങ്ങനെ ഒരു പരാജയം ഉണ്ടായത്. യഥാർത്ഥ പരാജയ കാരണം ഞാൻ ആദ്യം പറഞ്ഞ ഈ പോലീസിങ്ങും പഞ്ചായത്തിലെ ടാക്സ് വർധന. എത്രയായിരുന്നു ടാക്സ് വർദ്ധിപ്പിച്ചിരുന്നത്? കെട്ടിട നികുതിയും പ്ലാനും ഒക്കെ 360%, 400%, 500%. 500 രൂപ ഫീസ് അടച്ചിരുന്നവന് 5000 അടക്കണം. 10,000 രൂപക്ക് പ്ലാൻ കിട്ടിയിരുന്നതിന് 50,000 കൊടുക്കണം. ഇതൊക്കെ ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുള്ളതാണ്. പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ സമയത്ത്. സ്റ്റോറുകളിൽ, സർക്കാർ സ്റ്റോറുകളിൽ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നുമല്ല റീസൺ. എന്താ റീസൺ? ഈ ദേശീയ വിഷയത്തിൽ BJP എടുത്ത ഈ പറയുന്ന പൗരത്വ ഭേദഗതിയായാലും ഏക സിവിൽ കോഡായാലും അതിനെ ശക്തമായി എതിർത്തപ്പോൾ അത് മുസ്ലിം പ്രീണനമായി പോയി. ഇതിന് ഹൈന്ദവ ആളുകളുടെ എതിർപ്പുണ്ടായി. ഇവിടെ ഈ ഏക സിവിൽ കോഡ് നടപ്പാക്കരുത് എന്ന് പറയുന്നതിലും ഏക പൗരത്വം നടപ്പാക്കരുത് പറയുന്നതിലൊക്കെ വലിയ ശതമാനം ഹൈന്ദവ സഹോദരന്മാർ അതിനൊക്കെ എതിരാണ് കേരളത്തിൽ. ഇപ്പം ജീവിച്ച പോലെ ജീവിച്ചാൽ മതി, ഈ സന്തോഷത്തിൽ പോയാൽ മതി, അതുപോലും കണ്ടെത്താൻ CPM ലീഡർഷിപ്പിന് കഴിയുന്നില്ല. എന്താണ് ഭൂരിപക്ഷ സമുദായമായ കേരളത്തിലെ ഹൈന്ദവ സമുദായത്തിൻ്റെ മതേതരത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന അവരുടെ ചിന്താധാര അതെന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത CPM നേതൃത്വം വീണ്ടും അതിലേറെ വലിയ വിഡ്ഢിത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ വിഡ്ഢിത്തം ആയാൽ പോലും അതിൽ ചില ആളുകൾക്ക് കരപറ്റാൻ ഇന്നുള്ള ചില പ്രതിസന്ധികളിൽ നിന്ന്, കേസിൽ നിന്ന്, അന്വേഷണത്തിൽ നിന്ന് ഒന്ന് കരക്കടിയാൻ ഉള്ള ഒരു മാർഗം ഇതാണ് എന്ന തിരിച്ചറിവാണ്. ഇതിൽ കമ്മ്യൂണിസ്റ്റുകാർ പെട്ടുപോകരുത് ദയവായിട്ട്. എനിക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരോട് പറയാനുള്ളതാ, ഇവിടെ ഒരുപാട് രക്തസാക്ഷികൾ നൽകി വൈകുന്നേരം വരെ 500 രൂപക്കും 1000 രൂപക്കും അധ്വാനിച്ച് അതിൻ്റെ മുക്കാ പങ്കും പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ദയവായി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ രാത്രി നിങ്ങൾ കിടക്കുമെന്ന് ആലോചിക്കുക. ഇതിൽ വല്ല വാസ്തവമുണ്ടോ? ഇതിൽ വല്ല വസ്തുതയുണ്ടോ? അതാണ് ഇവിടുത്തെ വിഷയം. അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാനാണ് ഇപ്പം എന്ത് PV അൻവറിനെ കള്ളനാക്കുന്നത്, വർഗീയവാദി ആക്കിക്കോട്ടെ, ജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ ആലോചിക്കട്ടെ. അത്ര എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.